നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓണം സീരീസിൽപ്പെട്ട കുറച്ച് സാരീസും അല്ലാത്ത കുറച്ച് സാരീസും എല്ലാം ഓണത്തിനുള്ളത് തന്നെയാണ്, എന്നാലും ഓണത്തിൻ്റേത് എന്ന് പറയാനുള്ള കുറച്ച് സാരീസ് ഇത് കണ്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം റീലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേര് ഇതിൻ്റെ എൻക്വയറി നടത്തി, ഇതെങ്ങനെയാണ്, എന്താണ്, വില എന്നാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാമല്ലോ എന്ന് ഓർത്ത്. ഇത് പിൻഡെക്സ് ബോർഡർ വിത്ത് ചെക്ക് വിത്ത് കേരള ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരള ക്രീം എന്ന് പറയാം. അങ്ങനെ ഒരു ഇത് സാരി ആയിട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. ഒരു സാരി ഫോളും കൂടിയൊക്കെ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും കാണാൻ. മുന്താണി വന്നിട്ട് ഇതേ ഇങ്ങനെ വരും, നല്ല ഭംഗിയുള്ളൊരു മുന്താണി. ഇതിൻ്റെ ഈ സാരിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വില ഇത് അടിയിൽ പേപ്പർ ഇരിക്കുന്ന കേട്ടോ, ഉള്ളതിനെ കഴിഞ്ഞും വില കൂടുതൽ തോന്നിക്കും. ഈ അടിയിലത്തെ കളറ് കയറി കാണുന്നതാണ് ഈ കാണുന്നത് അകത്തെ. ഇതാണ് ബ്ലൗസ് ഉണ്ടോ. ബ്ലൗസ് വന്നിട്ട് ഇത് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ഈ ബോർഡറിന് വരുന്ന കളർ ചേഞ്ചിലുള്ള വ്യത്യാസമാണ് ഇത് കണ്ടോ. നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ്. ഇതിനൊക്കെ ഉണ്ടല്ലോ പ്ലെയിൻ ബ്ലൗസസ്. ഞാൻ ഇന്നലെയോ വീഡിയോ ഉണ്ട്, ബ്ലൗസസ് മാച്ചിങ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ബ്ലൗസ് ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ആ ബ്ലൗസ് വേണ്ട, ഇതിൻ്റെ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ ബ്ലൗസും ആ ഒരു കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് മുന്താണി വന്നിട്ട് ദേൻ്റെ ഇങ്ങനെ വരും. മുന്താണി സൂം ചെയ്യുന്നത് അടിയിലത്തെ പാർട്ട് വേറെ കളറിൽ കാണുന്ന ബ്ലൗസിൻ്റെ ഇതാണ് കേട്ടോ. ഇത് കണ്ടോ ബ്ലൗസ്, നല്ലൊരു ഒലീവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. മേത്തിട്ട് കാണിക്കണമായിരുന്നു അല്ലേ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, മെറൂണൊക്കെ ഉണ്ടായിരുന്നു. മെറൂണിന് സ്റ്റോക്ക് ഇല്ലാതായി പോയത് കൊണ്ട് ഉള്ള കളർ ഇച്ചിരി സ്റ്റോക്ക് ഉള്ളതാണ് കാണിക്കുന്നത്. ഇതിന് അധികം ഇല്ല. ഇതല്ലാതെ തന്നെ നമുക്ക് നല്ല സെയിലായി പോയിട്ടുണ്ട്, പിന്നെ ഒത്തിരി വന്നിട്ടുമില്ല. അടുത്തത് ഇത് ചെറിയ വ്യത്യാസമുണ്ട്. പിൻഡെക്സ് ബോർഡർ ആണെന്ന് പറഞ്ഞാൽ പോലും ചെറിയ വ്യത്യാസമുണ്ട് ബോർഡറിൽ. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും, ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. ഈ പാർട്ടി നിങ്ങൾ നോക്കുമ്പോൾ ഒരു കളർ ഫെയ്ഡ് തോന്നും, അത് ബ്ലൗസിൻ്റെ അടിയിൽ ഇങ്ങനെ ബ്ലൗസിൻ്റെ ആ കളർ ഷെയ്ഡ് കയറി വന്നേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് കഴിവതും നല്ല ഇത് ഡ്രൈ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഡാർക്കും ലൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴെപ്പോഴും നമ്മൾ ഡ്രൈ വാഷ് ചെയ്യാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടുത്തെ കളർ ഇവിടെ കയറി പിടിക്കും ഒരിടത്തും പറഞ്ഞിട്ടില്ല, കണ്ടിട്ട് പിടിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്താൽ മതി. ഫസ്റ്റ് വാഷ് അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഫസ്റ്റ് വാഷിൽ ആ കെമിക്കലിൻ്റെ പോകാനുള്ളതൊക്കെ പൊയ്ക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതെല്ലാം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ വാഷ് ചെയ്തോളുക. ഇത് നമ്മുടെ ജാംദാനി സാരിയാണ്. ഇത് ഡിസ്കൗണ്ടാണ് കേട്ടോ. ഈ സാരി ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. ആ ഫസ്റ്റ് കാണിച്ച സാരിക്ക് ഡിസ്കൗണ്ട് റേറ്റ് അല്ല, അതിൻ്റെ ഒറിജിനൽ റേറ്റ് തന്നെയാണ്. ഇത് ഡിസ്കൗണ്ട് റേറ്റാണ്. നിങ്ങൾ നേരത്തെ ഞാൻ ഇതിൻ്റെ 1-2 കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതാണ്, അതിൽ നിന്ന് മിച്ചം വന്നതാണ്. ഇത് സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഓരോ പീസും, ഏതോ ഒരു കളറിന് മാത്രം ഒന്നിലധികം പീസും. ഇത് വരും മുന്താണി. നല്ല സാരിയാണ്. ഇത് മൊത്തം വീവിങ് സാരിക്ക് ഉള്ള ഭംഗി എല്ലാ പകിട്ടും ഇതിലുണ്ട്. ബ്ലൗസ് വരുമ്പോൾ അതേണ്ട പ്ലെയിൻ ഉണ്ടോ, ജാംദാനി ഉണ്ടോ. ഇവിടേക്ക് വരുമ്പോൾ ഒരു രാമാഗ്രീൻ അല്ലെങ്കിൽ ഒരു പീക്കോക്ക് ബ്ലൂ മിക്സ് ആയിട്ടുള്ളതാണ്. ബോഡി ഫുള്ള് ഒരു സൈസ് ബൂട്ടാസ് ചെയ്തിട്ടുണ്ട് ഒരു ലീഫ് ഡിസൈനിൽ. അതും വീവിങ് ആണ്, ഫുൾ വീവിങ് സാരിയാണ്, അല്ലാതെ പ്രിൻ്റ് അല്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റും കൂടെ ഞാൻ പറഞ്ഞു ഏൽപ്പിക്കാവേ. ഇതിൻ്റെ ഒറിജിനൽ വില 1699 ആണ്. ഇപ്പോഴത്തെ വില 1299. കളർ ചേഞ്ചസ് ഇതേ നല്ല ചില്ലി റെഡ്. ഓണത്തിനിടാൻ നല്ലതാട്ടോ. ഓണത്തിന് സെറ്റ് മുണ്ടും അല്ലാതെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല സാരിയാണ്. ഇത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ബണ്ടിൽ കണക്കിന് വന്നതിനുള്ളത് മാത്രമാണ്. ഇത് ഏത് ഒക്കേഷനിലും കൊടുക്കാം, ഓണത്തിനും നല്ല ഏത് ഒക്കേഷനിലും കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു കളർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. വയലറ്റ്. അന്ന് ഇത് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുത്തപ്പം 1-2 പേർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളായിരുന്നു. ഇത് പീച്ച് മുന്താണി ഒന്നുമില്ല കേട്ടോ, ഇത് തന്നെയാണ് മുന്താണി. ഞാൻ ഫസ്റ്റിലത്തെ സാരിയിൽ മുന്താണി കാണിച്ചുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. ഈ വേറൊരു കട്ട് വർക്ക് സാരി എല്ലാവർക്കും ഏത് കാലത്തെ. അപ്പോൾ ഇതും റിഡക്ഷനാണ്. ഇത് സിംഗിൾ പീസേ ഉള്ളൂ. ടസറാണ് ഐറ്റം. ടസറിൽ കട്ട് വർക്ക് ഉണ്ടോ. ടസറിൻ്റെ ആ ഒരു
എനിക്കെപ്പോഴും ടെസറെ നോക്കുമ്പോൾ ഞാൻ സ്റ്റഫേ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങൾക്കൊന്നും ഞാൻ പ്രസക്തി കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടെസർ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനാണ് വില എപ്പോഴും. അതിൽ എന്തൊക്കെ അലങ്കാരപ്പണികൾ ചെയ്യുന്നു അതനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും. പിന്നെ മെറ്റീരിയൽ സ്റ്റഫിലുള്ള വ്യത്യാസത്തിൽ പ്യുവറിലേക്ക് പോകുമ്പോൾ 60%, 80%, 90%, 100% ഡ്രസ്സർ വരുമ്പോൾ ഭയങ്കര റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് ഏത് ഐറ്റം ആണെങ്കിലും അങ്ങനെ തന്നെ. മുന്താണി വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ ഫുൾ കട്ട് വർക്കാണ് ഉണ്ടോ. ഇത് നല്ല ഒരു ഡാർക്ക് ഒനിയൻ ഷെയ്ഡ്. ഇതിൻ്റെ വിലയുണ്ടല്ലോ 2200 ആണ്. ഇപ്പോഴത്തെ വില 1699. സിംഗിൾ പീസസ് ഓൺലി. ഇനി അടുത്തതും കട്ട് വർക്ക് സാരി തന്നെയാണ്. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഞാനില്ലേ ഇപ്പോൾ സമയം 4 മണി, ഇതുവരെ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. കഴിക്കാൻ പറ്റാഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം. കഴിക്കാൻ അങ്ങോട്ട് പോകാൻ തോന്നില്ല. ഇതൂടെ തീരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇതടുത്തത് ഇത് നല്ല ടീൽ ബ്ലൂ ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ മുന്താണി. കണ്ടോ, ആ കട്ട് വർക്കിൻ്റെ ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. റേറ്റിൽ വ്യത്യാസം ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് 2200, 1699. ടീൽ ബ്ലൂ ബോർഡർ വരുമ്പോൾ ടെസർ തന്നെയാണ് കേട്ടോ. ടെസർ എന്ന് പറഞ്ഞാൽ 100% പ്യുവർ ടെസർ അല്ല, മഡ്ക ടെസർ. ഇത് ഉണ്ട്, സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ. അതുപോലെ തന്നെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്, മാത്രമല്ല കട്ട് വർക്കുമാണ്. അടുത്തത് ഇത് വേറൊരെണ്ണം. റേറ്റ് എല്ലാം സെയിം തന്നെയാണ്. കണ്ടോ, കോൺട്രാസ്റ്റ് വരും. ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. കട്ട് വർക്ക് വരുന്നുണ്ട്. നല്ല ഒനിയൻ്റെ ലൈറ്റ് കളർ. ഒനിയൻ്റെ മേളിൽ കട്ട് വർക്കില്ല, മേളിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് മാത്രം. ഫുൾ ബോഡി ബൂട്ടാസ് ഉണ്ട്. മറ്റേതിനൊന്നും ഫുൾ ബോഡീസ് ബൂട്ടാസ് ഇല്ല. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കിട്ടുന്നുണ്ടോ? എനിക്കത് മാത്രമേ എപ്പോഴും അറിയേണ്ടത്. ടെസർ കിട്ടുന്നുണ്ടോ അത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. ഇതാണ് മുന്താണിക്ക് പ്രത്യേകിച്ച് ഒരു സാധനവും ഇല്ല. ആ ഒരു ലേസ് വർക്ക് മാത്രം. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിന്. നല്ലൊരു കളറാണ് കേട്ടോ ഈ കളറ്. ആർക്ക് വേണമെങ്കിലും ചേരുന്ന, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന ഒരു കളറ്. അടുത്ത ലാവണ്ടർ ഷെയ്ഡ്. ആ നേവി ബ്ലൂ കാണിച്ചില്ലേ, അതിൻ്റെ സെയിം ലാവണ്ടർ. നേവി ബ്ലൂ അല്ല, ടീൽ ബ്ലൂ കാണിച്ചില്ലേ, അതിൻ്റെ സെയിം ലാവണ്ടർ. വിലയെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. 2200 ആണ് ഇപ്പോഴത്തെ വില. 1699 അങ്ങനെ കണ്ട്. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്. സാരിയെ തന്നെ ഇത് ചെയ്തിരിക്കുന്നു. അല്ലാതെ ചില കട്ട് വർക്ക് നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് എക്സ്ട്രാ ചെയ്ത് തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് സാരിയെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ ഒരു കട്ട് വർക്ക് എന്ന് പറയുന്നത്. അതിനാണ് റേറ്റ്. നിങ്ങളൊരു സാരി കൊണ്ടുപോയി കട്ട് വർക്ക് ചെയ്യാൻ കൊടുത്തു നോക്കിയാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഇതുണ്ടോ, മുമ്പേ കാണിച്ച പോലെ തന്നെ നല്ല പിസ്താ ഗ്രീന് ടൈറ്റൽ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്ന സാരി. ഇതിൻ്റെ വിലയും സെയിം തന്നെ. 16. വില വ്യത്യാസമുണ്ടോ സാരിയിൽ? ഈ രണ്ട് സാരിയുടെ റേറ്റ് ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുപറ്റി, എനിക്ക് കണ്ണുപിടിക്കാതെ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഡിസ്കൗണ്ടഡ് റേറ്റ് 1399 ആണ്. 1899 ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ്. മറ്റേ സാരികൾക്കാണ് കുറേ കൂടെ ബോർഡറിന് വീതി ഉണ്ടല്ലോ ആ ഒരു കട്ട് വർക്ക് ചെയ്ത്. അതുകൊണ്ടാണ് സ്ക്രീനിൽ എന്താണോ വില അതാണ് റേറ്റ്. അത് ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. ഞാൻ പിന്നെ ഈ ഒറിജിനൽ റേറ്റ് അങ്ങ് ചുമ്മാ പറയുന്നതേ ഉള്ളൂ. ആ ഒരു സംഭവത്തിന് നിങ്ങൾ ഒരിക്കലും ചിലർക്ക് കൊണ്ട് ഡിസ്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തോ കുഴപ്പമുള്ളതാണ്, അതിന് ഡാമേജ് ഉള്ളതാണ്, അത് വിലപിടിപ്പില്ലാത്തതാണ്, അങ്ങനെ വിചാരിച്ച് അതിനെ നാളെ യൂസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ അല്ലാത്ത റേറ്റും കൂടി അങ്ങ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശം അതിൻ്റെ പിന്നിലില്ല. അത് പറയേണ്ട ഒരാവശ്യവും ഇല്ല. നമുക്കൊരു മെനക്കേട് തന്നെയാണ്. ഈ കണ്ണും കാണത്തില്ല എന്നുകൊണ്ട് പറയുന്നത്. പക്ഷേ നമ്മളതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ഓർത്തിട്ടാണ് പറയുന്നത് കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.